സഹായമില്ലാതെ ഇത്തരം ആക്രമണം പ്രതീക്ഷിക്കണോ? ഈ ഭീരുക്കളും തെമ്മാടികളുമായ ഭീകരവാദികളും തീവ്രവാദികളും ലോകത്തിന് തന്നെ അപമാനമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ശാപമാണ്. ഓർക്കുക, കാശ്മീരിൽ അവരുടെ കുടുംബത്തോടൊപ്പം ഒഴിവുകാലമൊക്കെ ആസ്വദിക്കാൻ ചെന്നവരായിരിക്കും. നമ്മുടെ നാട്ടിലെ സമ്മർ വെക്കേഷൻ ഒക്കെ അല്ലേ, 20ഓ 26ഓ പേരിലധികം മരിച്ചു എന്നാണ് നാഷണൽ മീഡിയ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബൈസാരൻ വാലി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ്. പഹൽഗാം തന്നെ ഒരു പ്രധാനപ്പെട്ട സെന്ററാണ്. അത്യധികം അപലപനീയമാണ്. അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതിൽ പാകിസ്ഥാന്റെ കൈ ഉണ്ടെങ്കിൽ, മിക്കവാറും പാകിസ്ഥാൻ പലപ്പോഴും ഒരു ടെറർ ഫോറിൻ പോളിസിയായി പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പോ ആ പാകിസ്ഥാന് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും അതിശക്തമായ രീതിയിൽ നമ്മൾ നടപടിയും നിലപാടും എടുക്കണം. ഇതിൽ പെട്ടെന്ന് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. ലഭ്യമായ വിവരങ്ങൾ പറയുന്നത് പട്ടാളക്കാരുടെ യൂണിഫോമിൽ വന്നിട്ടാണ് വെടിയുതിർത്തതെന്നാണ്. കാമോഫ്ലാഷ് ആണ് അവർ യൂസ് ചെയ്തിരുന്നതാണ്. ഈ പ്രത്യേക സ്ഥലത്തേക്ക് ഹോഴ്സ് വഴിയോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ അല്ലെങ്കിൽ നടന്നോ മാത്രമേ എത്താനൊക്കെ കഴിയൂ. ആ അവസരത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും, വണ്ടിയുടെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആൾക്കാരെ ഇട്ട് വെടിവെച്ച് കൊല്ലുന്നത് അത്യധികം ഹീനമാണ്. എന്തുതരം മോശം മനസ്ഥിതിയാണ് എന്നുള്ളതാണ്. ചിലർ വളരെ പ്രകോപനപരമായ ചില മുദ്രാവാക്യങ്ങളും ഈ വെടിവെക്കാത്തവരോട് പറഞ്ഞു എന്നൊക്കെ നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ റിപ്പോർട്ടിനനുസരിച്ച് നമുക്കത് പറയാൻ പറ്റൂ. നിങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞേക്ക് ഞങ്ങൾ കൊന്നു തുടങ്ങിയ കാര്യങ്ങൾ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ലഷ്കർ ഇ തോയ്ബയുടെ അടക്കമുള്ള ആൾക്കാരാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അതിശക്തമായ രീതിയിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അടിച്ചമർത്തണം, അവരെ ഇല്ലാതാക്കണം. ഇവർ കാശ്മീരിന് വേണ്ടിയല്ല, ഇവർ പലപ്പോഴും അവരുടേതായ തീവ്രവാദ ആശയങ്ങൾക്കും ഭീകരവാദ ആശയങ്ങൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇത് കേൾക്കുന്ന എല്ലാവരും ആലോചിക്കണം. പാവപ്പെട്ട കുട്ടിയും ഹസ്ബൻഡും വൈഫും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ നിരായുധരായ ഇവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് മഹത്വമാണുള്ളത്? ഈ ആശ്രയമില്ലാതെ ആയുധമില്ലാതെ നിൽക്കുന്നവരെ വെടിവെച്ചു കൊല്ലുന്നതിന് എന്ത് വലിയ യുദ്ധമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് ഈ തീവ്രവാദം ഭീകരവാദം തുടച്ചു നീക്കണം. പാകിസ്ഥാനിൽ സമ്മർദ്ദം ചെലുത്തണം. അതിശക്തമായ നടപടിയും നിലപാടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. എത്രയും പെട്ടെന്ന് തന്നെ. ഞാൻ മനസ്സിലാക്കുന്ന ആഭ്യന്തരമന്ത്രി ഓൾറെഡി കാശ്മീരിലേക്ക് തിരിച്ചു. പ്രധാനമന്ത്രി വിദേശത്ത് ഈ പ്രസംഗം ഒന്ന് കേൾക്കണം. അത് പ്രസംഗിക്കുന്നത് പാകിസ്ഥാന്റെ ആർമി ചീഫായ ആസിഫ് മുനീറാണ്. ആസിഫ് മുനീർ ഏപ്രിൽ 16 ഒരു പ്രസംഗം, അതായത് സംസാരിച്ച ഒരു കാര്യമാണ്. അതിലേക്കൊന്ന് പോയിട്ട് രാഹുലിലേക്ക് വരാം. Our stance, government stance on Kashmir is absolutely clear. It was our jugular vein. It is our jugular vein. We will not forget it. And we will not leave our Kashmiri brethren in their heroic struggle, what they are waging against the Indian occupation. And we have fought free war for Kashmir. To the Muslims of the Gaza also. Every kind of support that has been extended. And it is Pakistan. പാകിസ്ഥാന്റെ ആർമി ചീഫ് ആസിഫ് മുനീറിന്റെ വാക്കുകളാണ് കേട്ടത്. പാകിസ്ഥാന് കശ്മീരിലുള്ള താല്പര്യം ഇതുവരെ മാറിയിട്ടില്ല, തങ്ങളുടെ ഭാഗമാണ് എന്ന് പറയുന്നു ശ്രീ രാഹുൽ ഈശ്വർ. ഇതാണ് പാകിസ്ഥാന്റെ ആർമി ചീഫിന്റെ പ്രതികരണമാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ സമാധാനപരമായ നമ്മുടെ ജീവിതത്തെ തകർക്കാൻ, നമ്മളെ ഇല്ലാതാക്കാൻ, നമ്മുടെ സമാധാനം കെടുത്താൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും ആ ഭീരുത്വമാർന്ന ആ അയൽ രാജ്യം. ഒരൊറ്റ ആക്രമണം അത് തീർക്കാൻ അതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. അങ്ങ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് കള്ളവുമാണ്. പാകിസ്ഥാന്റെ ജഗുലർ വെയിൻ ആണ് കാശ്മീർ. അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാൻ പ്പെട്ടപ്പോ കാശ്മീർ ഇന്ത്യയോട് ചേരാനാണ് ആഗ്രഹിച്ചത്. രാജാ ഹരിസിംഗ് അടക്കം ആദ്യം അദ്ദേഹം ന്യൂട്രലായി നിൽക്കാൻ ആഗ്രഹിച്ചു. പിന്നീട് ഈ ട്രൈബൽ റൈഡേഴ്സ് അടക്കം വന്നപ്പോ, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തീവ്ര സുരക്കാർ അവിടേക്ക് ഇൻവേഷൻ വിട്ടപ്പോ ഹരിസിംഗ് ഇങ്ങോട്ടാണ് ചേർന്നത്. അപ്പോ ഇത് പാകിസ്ഥാന്റെ ഏത് കാലത്താണ് കാശ്മീർ ജഗുലർ വെയിൻ ആകുന്നത്? ഈ പച്ചക്കള്ളം പറഞ്ഞ് പാകിസ്ഥാനിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ISIയും അവരുടെ ആർമിയും എപ്പോഴും ഇന്ത്യൻ ശത്രുത നിലനിർത്തി പാകിസ്ഥാനിലെ മണ്ണിലെ ഭരിക്കാനാണ് നോക്കുന്നത്. അവിടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകേണ്ടത്. പാകിസ്ഥാന്റെ എത്രയോ ഇരട്ടിയുണ്ട് ഇന്ത്യ. നമുക്കൊരിക്കലും ഇവിടെ പട്ടാള ഭരണം വന്നിട്ടില്ല. പക്ഷെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ കൂടുതൽ സമയവും പട്ടാള ഭരണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടാ? എപ്പോഴും ഇന്ത്യയോടൊരു സ്പർദ്ധ അവർക്ക് വേണം, യുദ്ധം അവർക്ക് വേണം. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്, പക്ഷെ പാകിസ്ഥാനിൽ പട്ടാളത്തിനൊരു രാജ്യമുണ്ട്. നമുക്ക് അവരുടെ സൈക്കോളജി മനസ്സിലാകണം. എവരി നേഷൻ ഹാസ് എ ആർമി, ബട്ട് ഇൻ പാകിസ്ഥാൻ ആർമി ഹാസ് എ നേഷൻ. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പട്ടാളത്തിനാണ് ഒരു രാജ്യമുള്ളത് എന്ന്, രാജ്യത്തിന് പട്ടാളമല്ല. അപ്പോ ഇന്ത്യയോട് എന്നും ഒരു ലോ ടെൻഷനിൽ ഇതേപോലെ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തി സ്പർദ്ധയിട്ട് പാകിസ്ഥാനിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺട്രോൾ ചെയ്യാൻ ഉള്ള ISIയുടെ, പാകിസ്ഥാനി ആർമിയുടെ അടക്കമുള്ള നീക്കമാണ്. ഇമ്രാൻഖാൻ അടക്കം ആദ്യം വളർന്നു വന്നത് ഇവരുടെ തണലിലാണ്. പക്ഷേ ഇമ്രാൻഖാൻ ഇവരോട് തെറ്റുമ്പോ, ഇവരുടെ തീവ്രവാദ നയത്തോട് തെറ്റുമ്പോ ഇമ്രാൻഖാനെ പോലും പുറത്താക്കുകയും ജയിലിലാക്കുകയും ചെയ്യുകയാണ്.
പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ബാധിച്ചതാണ് ഈ ക്യാൻസർ. അത് ഇന്ത്യയെയും പാകിസ്ഥാനെയും ലോകത്തെയും തന്നെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പാകിസ്ഥാന് ഇതിന് രണ്ട് രീതിയിൽ, ഒന്ന് തീവ്രവാദികൾക്ക്, ഈ എല്ലാ തീവ്രവാദികളെയും പറഞ്ഞ് നന്നാക്കാനൊന്നും പറ്റില്ല, തീവ്രവാദികൾക്ക് ശക്തമായ ഭാഷയിൽ, അന്താരാഷ്ട്ര തലത്തിൽ ഡിപ്ലോമാറ്റിക് ഭാഷയിൽ ഈ രീതിയിൽ നമ്മൾ പ്രതികരിക്കണം. നമ്മുടെ മുംബൈ അറ്റാക്ക് നമ്മൾ കണ്ടതല്ലേ? ആ മുംബൈ അറ്റാക്കിലടക്കം പാകിസ്ഥാനിലെ 19-20 വയസ്സുള്ള പിള്ളേരെ AK-47 മറ്റും കൊടുത്ത് ഇന്ത്യയുടെ മണ്ണിലേക്ക് ലാഹോറിൽ ഇരുന്ന് ഹാൻഡിലേഴ്സ് വിടുന്നത് ഈ രാജ്യത്ത് അപകടം ഉണ്ടാക്കാനാണ്. അജ്മൽ അമീർ കസബ് വെടിവെച്ചപ്പോൾ മരിച്ചവൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നും അല്ലല്ലോ, ഈ നാട്ടിലെ സാധാരണക്കാരായ ഇന്ത്യക്കാരനാണ് മരിച്ചത്. അപ്പൊ ആ അർത്ഥത്തിൽ തീവ്രവാദം ആപത്താണ്, അപകടമാണ്, ലോകത്തെ നശിപ്പിക്കുന്നതാണ്, ഇന്ത്യയെ നശിപ്പിക്കുന്നതാണ്, പാകിസ്ഥാനെയും ഉള്ളിൽ ബാധിക്കുന്ന ഒരു ക്യാൻസർ ആണ്. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന്. എങ്ങനെ നടപടി എടുക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷേ അതിശക്തമായ രീതിയിൽ പ്രധാനമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചു കഴിഞ്ഞു. അമിത്ഷാ ഇപ്പോൾ കശ്മീരിലേക്ക് എത്തിച്ചേർന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഈ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ രാത്രിയിലുണ്ടായ പ്രതിഷേധ പ്രകടനമാണ് ഭീകരാക്രമണത്തിനെതിരെ. പ്രദേശവാസികൾ ആ ദൃശ്യങ്ങളിലേക്ക്. റിട്ടയർഡ് കേണൽ ശ്രീ RK നായർ ടെലിഫോണിലുണ്ട്. RK നായർ, സമാധാനം കാക്ഷിച്ചിരുന്ന ഒരു ജനതയ്ക്ക് സമാധാനം തിരികെ നൽകി സർക്കാർ. ഇപ്പോൾ ആ സമാധാനം കളയാനായി ഒരു കൂട്ടം ഭീരുക്കളായ ഭീകരർ അവിടെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വലിയ ജാഗ്രതയോടെ നമ്മളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനത്തെ തകർക്കാനുള്ള ശ്രമം അത് വിലപ്പോകുമോ? കേണൽ RK നായർ നമ്മോടൊപ്പം ചേരും അല്പസമയത്തിനകം. ഈ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധ. രാഹുൽ, അവർ സമാധാനകാംക്ഷികളാണ്, കാരണം ദീർഘകാലമായി ഭീകരാക്രമണത്തിന് ഇരകളാണ്. സമാധാനം വന്നപ്പോൾ അവിടെ ടൂറിസം വളർന്നു, വികസനം വന്നു, ജനങ്ങൾക്ക് ജീവിതമുണ്ടായി, കുട്ടികൾ സമാധാനമായി സ്കൂളിലേക്ക് പോയി തുടങ്ങി, ആ സംസ്ഥാനം എന്ന പദവിക്ക് ഒരു അർത്ഥമുണ്ടായി. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തതാണ്. പക്ഷേ വീണ്ടും അതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. എങ്ങനെ കാണണം ഇതിനെ? രണ്ട് കാര്യങ്ങളും കൂടെ. ഇപ്പൊ ഈ കാശ്മീരിനെ, ജമ്മു കാശ്മീരിനെ സ്റ്റേറ്റ് മാറ്റിയതോ മാറ്റാതിരിക്കുന്നതോ നമുക്ക് രണ്ട് തട്ടിൽ നിന്ന് തർക്കിക്കാം. പക്ഷെ ഒരു വിഷയം ഇത് കേൾക്കുന്ന ആരും മറക്കരുത്. കാശ്മീർ നമ്മുടെയാണ്, കാശ്മീരികൾ നമ്മുടെയാണ്. കാശ്മീർ ഹമാര ഹൈ, കാശ്മീരീസ് ബി ഹമാര ഹൈ എന്ന നിലപാട് നമ്മൾ സ്വീകരിക്കുകയും കാശ്മീരിന് ഒരുപാട് ഫണ്ട് അടക്കം ഇന്ത്യ ഗവൺമെന്റ്, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ചെലവഴിക്കുന്നുണ്ട്. അതോടൊപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ബാക്കി എല്ലാം മാറ്റിവെക്കാം, രാഷ്ട്രീയമായി തർക്കിക്കാം. കാശ്മീരിലെ സാധാരണ ജനങ്ങളുടെ ജീവൻ മെച്ചപ്പെടുത്താൻ, ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, ബിയോണ്ട് പൊളിറ്റിക്സ് BJPയും കോൺഗ്രസും മാറ്റിവെച്ചാൽ കഴിഞ്ഞ 10-15 വർഷത്തിൽ ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കാശ്മീർ